എല്ലാവർക്കും പത്മയിലേക്ക് സ്വാഗതം. അപ്പോൾ കമുകൻ പൂവ് ഇങ്ങനെ വളച്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു മാല കെട്ടുന്നതാണെന്ന് കാണിക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ കെട്ടാം. നമുക്ക് അത്യാവശ്യം നല്ല ഇച്ചിരി മിറ്റിയതായിരിക്കണം കമുകൻ പൂവ്. പക്ഷേ ഇച്ചിരി ഇളതായിപ്പോയി, എങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം വലിയ കുഴപ്പം കൊണ്ടില്ലാതെ കെട്ടിയൊക്കെ എടുത്തു. അപ്പോൾ തെച്ചിപ്പൂവും തുളസി ഇലയും കൂടിയാണ് അഡീഷണൽ ആയിട്ട് വെച്ചിരിക്കുന്നത്. ദർഭപ്പുല്ലിലാണ് ഇത് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായിട്ട് അയയ്ക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും മാലകൾ സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ മാല കെട്ടാനായിട്ട് നമുക്ക് കമുകൻ പൂവ് അളവിൽ വെട്ടിയെടുത്ത് ചെയ്യാം. ഇത് ഇച്ചിരി ഇളത് കമുകൻ പൂവാണ്. ഇച്ചിരിക്കങ്ങ് ഇളതാവാൻ പാടില്ല. സ്റ്റഡി ആയിട്ട് നിൽക്കുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത്. ഇനി നമുക്ക് തുളസി ഇല, തെച്ചിപ്പൂ, മാല കെട്ടാനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ദർഭപ്പുല്ലാണ്. അപ്പോൾ 2 ദർഭപ്പുല്ല് എടുത്തിട്ടുണ്ട്. ഈ ദർഭപ്പുല്ല് വെച്ചിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് പിരിച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ വിരലിൻ്റെ ഇടയിൽ വെച്ച ശേഷം ഈ ദർഭപ്പുല്ലുകൾ പരസ്പരം അങ്ങോട്ടൊന്ന് പിരിച്ചു കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇതുപോലെ അകത്തോട്ട് ഇങ്ങനെ ചുരുട്ടി ടൈറ്റ് ചെയ്ത് ചുരുട്ടിയാൽ മതി. നമ്മളീ തുമ്പുണ്ടല്ലോ, ഇത് പിടിച്ചൊന്ന് കെട്ടണം. കെട്ടിയ ശേഷം ഈ തുമ്പിനെ ഇതിനകത്തോട്ട് തന്നെ കയറ്റി നമുക്കത് വീണ്ടും പിരിച്ചെടുക്കാം. കണ്ടല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ ഈ കാണിച്ചതിൽ എന്തെങ്കിലും സംശയമുള്ളവർ ഞാൻ നേരത്തെ എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ഇനി കമുകൻ പൂവ് ഇങ്ങനെ വെച്ച ശേഷം പിരിച്ചു കൊടുക്കുക. വീണ്ടും ഒരു കമുകൻ പൂവ് വെച്ച ശേഷം അങ്ങനെ ഞാനൊരു 4 കമുകൻ പൂവ് ഇങ്ങനെ വെച്ച് കെട്ടാനാണ് പോകുന്നത്. ഇനി രണ്ട് തെച്ചിപ്പൂവിൻ്റെ അപ്പുറത്തെ വശത്ത് ഈ വശത്ത് ചേർത്ത് വെച്ച് തെച്ചിപ്പൂ കെട്ടാം. ഒരു തെച്ചിപ്പൂ, ഒരു തുളസി ഇല, വീണ്ടും തെച്ചിപ്പൂ. ഇങ്ങനെ കെട്ടിയ ശേഷം നമ്മൾ ആദ്യം കെട്ടിയതുണ്ടല്ലോ, ഇതിനെ കൊണ്ടുവന്ന് വളച്ച് ഇങ്ങനെ വെച്ച് ചുറ്റണം. ഇങ്ങനെ പിരുത്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇതിപ്പോൾ അത്യാവശ്യം നീളം ഉള്ളത് കൊണ്ടാണ് ഈ കമുകൻ പൂവിൽ ഞാൻ ജോയിൻറ്റ് വെക്കാത്തത്. സാധാരണ ഇതിനോടൊപ്പം തന്നെ ഇവിടെ കമുകൻ പൂവ് കൂടി വെച്ച് പോവേണ്ടതാണ്. ഞാൻ ഇപ്പം ഇന്ന് വെച്ചില്ല. അത് ജോയിൻറ്റ് ഇപ്പം അപ്പുറത്തെ വശത്ത് അത് എത്തും. അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യാത്തത്. നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ സംശയം തോന്നും. അപ്പോൾ അത് നോക്കി ചെയ്യണം. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഞാൻ കാണിക്കാം. ഇനി വെക്കേണ്ടത് ഇപ്പുറത്തെ വശത്താണ്. പൂ വെച്ച ശേഷം വീണ്ടും ഒരു തുളസി ഇല,
വീണ്ടും തെച്ചിപ്പൂ. ഈ പുല്ലിന് നമുക്ക് ഇവിടെ കെട്ടുന്ന പുല്ല് തീരാറായി. അപ്പോൾ പകരം ഒരു പുല്ലുകൂടി ഞാൻ ജോയിൻറ്റ് ഒരെണ്ണത്തിനിടാം. രണ്ടെണ്ണത്തിന് ഒരുമിച്ച് ജോയിൻറ്റ് ഇടരുത്, ചിലപ്പോൾ മാലയ്ക്ക് ബലക്ഷയം സംഭവിക്കും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഏറ്റവും ലാസ്റ്റ് നമ്മൾ കൊണ്ടുവച്ച ആ കമുകൻ പൂവിനെ വളച്ച് നമ്മളിവിടെ കൊണ്ടുവരണം. കണ്ടോ? ഇനി ഇപ്പം കണ്ടോ, ഇനി അടുത്ത് വളയ്ക്കാൻ ഇതിന് നീളമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ജോയിൻ്റ് കൂടിയിട്ട് വേണം ഇവിടെ. അത് പിരിച്ചു വീണ്ടും അതിൻ്റെ തൊട്ട് താഴത്തെ, അതിൻ്റെ തൊട്ട് മുകളിലത്തെ, അതായത് ഏറ്റവും ലാസ്റ്റത്തിൽ നിന്ന് രണ്ടാമത്തെ ആ കമുകൻ പൂവിനെയും കൂടി വളച്ച് നമ്മൾ ആ ഒരു ലെവൽ നോക്കണം കേട്ടോ. നമുക്കപ്പോൾ ഈ രണ്ട് വശവും ഇപ്പം ഇവിടെ ഈ നൂലും ഈ നാരും ഇതുമായിട്ടുള്ള അകലം തന്നെ ഇവിടെയും ആയിരിക്കണം. അങ്ങ് ഒരുപാട് വളഞ്ഞു പോകരുത്, അത് ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെയും ഒരു ജോയിൻ്റ് കൂടി ഇട്ട് ഉണ്ടോ. ഇനി നമുക്ക് ഈ മിച്ചം നീണ്ടു നിൽക്കുന്നില്ലേ, അത് നമുക്കതങ്ങ് നുള്ളിക്കളയാം. അവസാനം നുള്ളിക്കളയാൻ നമുക്കത് ഇടയ്ക്ക് ബുദ്ധിമുട്ടാവും. ഇനി ഞാൻ നേരത്തെ ഒരു ജോയിൻ്റ് വെച്ച് നാല് തിളവിപ്പോയി. അപ്പോൾ പകരം അതും കൂടി ഇപ്പോൾ ഇതിൽ വെച്ച് ചുരുട്ടുകയാണ്. രണ്ട് തെച്ചിപ്പൂവ്, തുളസിപ്പൂവ്, വീണ്ടും തെച്ചിപ്പൂവ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ലാസ്റ്റ് വെച്ചതിനെ വളച്ച് ഇവിടെ കൊണ്ടുവരണം. തെച്ചിപ്പൂ, നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴും തെച്ചിപ്പൂ വെക്കേണ്ടത് ഈ വരുന്ന, അതായത് നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വളയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ വളയ്ക്കുന്നത്, അപ്പോൾ ഇതിൻ്റെ ഈ വശത്താണ് വയ്ക്കേണ്ടത്. ഇനി ഒരു തുളസി, വീണ്ടും തെച്ചി. ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മൾ വളച്ച് വെച്ച ഇതിനെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച ശേഷം ഇതിനെ പിരിച്ചു കൊടുക്കാം. അതിന് ശേഷം അതിന് തൊട്ട് മുകളിലുള്ളതിനെ കൊണ്ടുവന്ന് വളച്ച് അവിടെ വെച്ച് പിരിച്ചു കൊടുക്കാം.
ഇനി ഈ വശത്താണ് നമ്മൾ തെച്ചിപ്പൂ വയ്ക്കേണ്ടത്. ഇനി നമുക്ക് ഇതിനെ വളച്ചുകൂടെ വയ്ക്കാം. എന്നിട്ട് ഒരു ജോയിൻ്റ് കൂടി ഇടണം. വീണ്ടും അതിൻ്റെ അടുത്തിരുന്നതിനെ വീണ്ടും കൊണ്ടുവരാം. ഇല്ലേ? അപ്പം ഇനി ഇത് മുഴുവൻ അവിടെ കെട്ടി കാണിക്കാം. അപ്പോൾ ഞാൻ ഈ മാല കെട്ടി അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ മാല കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പിരി കൂടി ഇട്ട് കൊടുത്ത് നമുക്കിത് കെട്ടി അവസാനിപ്പിക്കാം. അപ്പോൾ മാല റെഡി ആയിട്ടുണ്ട്.